യശസ്വി ജയ്സ്വാളിന് പിന്നാലെ വിരാട് കോഹ്ലിയും സെഞ്ചുറി നേടിയതോടെ പെർത്ത് ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ കൂറ്റൻ സ്കോറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 487 റൺസ് എടുത്ത് ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് 2 വിക്കറ്റ് നഷ്ടമായി. സജീഷ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജീഷ, ഇന്ത്യ നല്ല ഫോമിലാണല്ലോ, എങ്ങനെ പുരോഗമിക്കുന്നു മത്സരം? ഷമി, അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യ വിജയതീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പെർത്തിൽ തകർത്താടുകയാണ് ഇന്ത്യയുടെ കുട്ടികൾ. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞ ഷമി തുടക്കം പറഞ്ഞതുപോലെ തന്നെ യശസ്വി ജയ്സ്വാളും വിരാട് കോഹ്ലി സെഞ്ചുറി നേടി. ഇന്ത്യ കൂറ്റൻ സ്കോർ നേടി. അതിന് പുറമെ 534 എന്ന വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയയ്ക്ക് മുമ്പുള്ളത്. രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്ക് മുന്നിലുള്ളത് 534 എന്ന വിജയലക്ഷ്യമാണുള്ളത്. ഇതിൽ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു യുവനിരയുമായിട്ടാണ് യഥാർത്ഥത്തിൽ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയുടെ ക്യാപ്റ്റൻസിയുടെ കീഴിൽ ഒരു വലിയൊരു യുവനിരയുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ മികച്ച പ്രകടനം, ഫാസ്റ്റ് ബൗളിങ്ങിന് തുണയ്ക്കുന്ന പിച്ചായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 104 റൺസിന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ബുംറ 5 വിക്കറ്റ് നേടിയിട്ടുണ്ടായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ കൂറ്റൻ സ്കോർ നേടിയപ്പോൾ തന്നെ, രണ്ടാം ഇന്നിംഗ്സ് ഓസ്ട്രേലിയ ആരംഭിച്ചപ്പോൾ തന്നെ, ഇപ്പോൾ ഞാൻ ഷമ്മിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 3 വിക്കറ്റ് ഓസ്ട്രേലിയക്ക് നഷ്ടപ്പെട്ടു. അതും ജസ്പ്രീത് ബുംറയുടെ ബൗളിംഗ് മികവിലാണ്. ബുംറ 2 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. തുടക്കം തന്നെ അതിലൊരു പ്രത്യേകത പറയാനുള്ള, ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കമ്മിൻസിന്റെ വിക്കറ്റ്, മുഹമ്മദ് സിറാജ് കമ്മിൻസിന്റെ വിക്കറ്റ് വീഴ്ത്തി. ഇതിന് പുറമെ 2 വിക്കറ്റ് ബുംറയും വീഴ്ത്തിയതോടുകൂടി തന്നെ ഇനി ഒരു വലിയൊരു വിജയലക്ഷ്യം ഓസ്ട്രേലിയക്ക് മുമ്പിലുണ്ട്. ഒരു അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യ വിജയം നേടും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.